ഇപ്പോൾ കുറച്ച് ദിവസം ആയിട്ട് സോഷ്യൽ മീഡിയയിലുള്ള ഒരു ചർച്ച എന്ന് പറയുന്നത് പ്രിയം എന്ന് പറയുന്ന ഒരു സിനിമയിലെ നായിക, ഒരു ദീപ നായർ എന്നാണ് അവരുടെ പേര്. അപ്പോൾ അവരെ കുറേ നാളുകൾക്ക് ശേഷമാണ് എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ അവരെ കണ്ടുപിടിച്ച് അവരൊരു ഇൻസ്റ്റാ പേജൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ അവരിപ്പോൾ പ്രിയം എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഓർമ്മകൾ അവർ പങ്കുവച്ചിരുന്നു. അപ്പോൾ ആ ഒരു സിനിമയും അതിൻ്റെ കുറച്ച് കഥകളൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2000 സമ്മർ വെക്കേഷൻ സമയത്താണ്, ആ ഒരു വിഷുവിനോടനുബന്ധിച്ചിട്ടാണ് പ്രിയം എന്ന് പറയുന്ന സിനിമ തിയേറ്ററിലെത്തുന്നത്. അപ്പോൾ കുഞ്ചാക്കോവിനൊക്കെ അന്ന് ഒരു 5-6 സിനിമകളൊക്കെ ചെയ്യുന്നൊക്കെ സമയമാണ്. കുഞ്ചാക്കോവിൻ്റെ നിറവും കഴിഞ്ഞിട്ട് അത്യാവശ്യം എന്താ പറയുക ഒരു സ്റ്റാർട്ടത്തിൽ നിൽക്കുന്ന ഒരു സമയത്താണ് സിനിമ റിലീസാവുന്നത്. അപ്പോൾ അതൊരു വെക്കേഷന് സമയം കൂടി ആയതുകൊണ്ട് പ്രേക്ഷകർക്ക് എന്താ പറയുക വളരെയധികം ഇഷ്ടപ്പെട്ട ഒരുപാട് ഫാമിലി ഓഡിയൻസ് അന്ന് തിയേറ്ററിലേക്ക് വന്നു. അപ്പോൾ ഇതിലാണ് ആ ഒരു പുതിയ നായിക ദീപ നായർ എന്ന് പറഞ്ഞ ഒരു നായിക. അപ്പോൾ ഇവർ ആ ഒരൊറ്റ സിനിമയിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് ശേഷം പിന്നെ അവർ അഭിനയിച്ചിട്ടില്ല, അവരെ എവിടെയാണെന്ന് പോലും അറിയില്ലായിരുന്നു. ഇപ്പോൾ അന്നൊന്നും ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നീട് സോഷ്യൽ മീഡിയ ഒക്കെ വന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഫേസ്ബുക്കും ഇൻസ്റ്റയൊക്കെ വന്ന ശേഷം കുറേ ചർച്ചകളൊക്കെ ഇവരെ എവിടെയാണെന്നൊക്കെ പറഞ്ഞ സമയത്ത് പല കഥകളുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു വാർത്ത ഒരു 5-6 വർഷം മുമ്പ് എപ്പോഴും ഒരു ഓൺലൈൻ മീഡിയയിൽ ഒരു വാർത്ത ഉണ്ടായിരുന്നു. അതായത് ഇതിലെ പ്രൊഡ്യൂസർ കെ നായരുടെ മകളാണ് ദീപ നായർ. അപ്പോൾ മകൾക്ക് സിനിമയോട് ഭയങ്കര മോഹമായിരുന്നു. അപ്പോൾ ഒരു സിനിമ മാത്രം അഭിനയിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് അച്ഛൻ പ്രൊഡ്യൂസ് ചെയ്തതാണ് മകൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ കുറേ കഥകളൊക്കെ. അപ്പോൾ ഇവർ പിന്നീട് ഇവരുടെ ഒരു ഇൻസ്റ്റാ പേജ് ആയിരിക്കും, ഇവർ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് വിദേശത്തൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഇൻസ്റ്റാ പേജിലൊക്കെ വന്നിട്ട് ഇവരുടെ കുറച്ച് ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിലാണ് ഇവർ പറഞ്ഞത് ഇങ്ങനെ കഥയുണ്ട്, ഇങ്ങനെയൊന്നുമല്ല, ഇവരുടെ അച്ഛനൊന്നുമല്ല അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് അവർ വീണ്ടും പറഞ്ഞത്. അതായത് ഈ ഒരു സിനിമ അഭിനയിക്കുമ്പോൾ ഇവരൊന്ന് എഞ്ചിനീയറിങ് ചെയ്യുന്ന ഒരു സമയം എന്തുകൊണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു ബ്രേക്കിലോ ഒരു ലീവ് എടുത്തിട്ടോ വെക്കേഷൻ സമയത്തോ എന്താണ് ഈ ഒരു സിനിമ അഭിനയിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഓഫേഴ്സ് വന്നു. പക്ഷേ ഇവർ പഠിത്തം കംപ്ലീറ്റ് ചെയ്യാം എന്ന് വിചാരിച്ച് ഇവർ പിന്നീട് ഇവരുടെ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഏകദേശം ഒരു 1.5 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഇവർ എഞ്ചിനീയറിങ് തീർത്തു. എഞ്ചിനീയറിംഗ് തീർന്നു കഴിഞ്ഞപ്പോഴാണ് ഇവർ വീണ്ടും സിനിമ ട്രൈ ചെയ്തപ്പോൾ ഇവർക്ക് ഓഫേഴ്സ് വരാതെയായി. അപ്പോൾ അന്ന് ഇവർ ലൈം ലൈറ്റിൽ നിന്നൊക്കെ മാറി കഴിഞ്ഞതുകൊണ്ട് ഇവർക്ക് തീരെ ഓഫേഴ്സ് വന്നില്ല. അപ്പോൾ ഇവർ പറഞ്ഞ പിന്നീട് പുതിയ നായികന്മാർ ഈ പറഞ്ഞ പോലെ നവ്യ നായർ, ഭാവന, മീര ജാസ്മിനെ പോലത്തെ നായികമാരൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്തൊരു ജനറേഷൻ വന്നു. പിന്നെ ഇവർക്ക് അന്നെന്തോ സ്കോളർഷിപ്പോ കാര്യങ്ങളൊക്കെ കിട്ടി ഇവർ ഹയർ സ്റ്റഡീസിന് വേണ്ടി പുറത്ത് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവർ ജോലിയായി, കല്യാണം കഴിഞ്ഞാൽ അങ്ങനെ ഇവർ സെറ്റിലായി. പിന്നെ അവർ സിനിമയായിട്ട് കംപ്ലീറ്റ് മാറി. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ്, അല്ലാതെ ഇവർക്ക് വേറെ ഒരു മോശം അനുഭവം ഉണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ ഇവർ അങ്ങനത്തെ ഒരു പ്രശ്നം കൊണ്ടൊന്നും അല്ല. ഇവർ വളരെ ഹാപ്പി ആയിട്ട് നല്ല രീതിയിൽ തന്നെയാണ് ഇവരൊക്കെ ട്രീറ്റ് ചെയ്തത്. പക്ഷേ ഇത് പഠിത്തത്തിന് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ അവസരങ്ങൾ കിട്ടാതെ ആയതുകൊണ്ടും ഇവർ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി, അതുകൊണ്ടാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ പറയുന്ന പോലെ പ്രിയം എന്നുള്ള സിനിമ സാബ് ജോൺ എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് റൈറ്റർ, അദ്ദേഹം നമുക്കറിയാം ചാണക്യൻ പോലത്തെ വളരെ അപൂർവം സിനിമകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ചെയ്ത സിനിമകളെല്ലാം നല്ല രസമുള്ള സിനിമയാണ്. ഇതിൻ്റെ ഡയറക്ടർ വാസുദേവ് സനൽ, അദ്ദേഹം അതിന് ശേഷം പല സിനിമകൾ ചെയ്തെങ്കിലും പ്രിയം എന്ന് പറയുന്ന ഒരു സിനിമയുടെ സംവിധായകനായിട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക അദ്ദേഹം അറിയപ്പെടുന്നത്. പിന്നെ ഇതിൽ ജഗദീഷ് ശ്രീകുമാറിൻ്റെ ഒരു ഉഗ്രൻ റോളാണ്, തിലകനുണ്ട്. പിന്നെ ഇതിലെ കുട്ടികളായിട്ട് ഈ പറയുന്ന കുഞ്ചാക്കോ ബോബൻ്റെ മരുമക്കളായിട്ട് അത് ഇന്നത്തെ എന്താ പറയുക മുതിർന്ന താരങ്ങളായി കഴിഞ്ഞാൽ അരുൺ, അതിനുശേഷം പിന്നെ ഒളിമ്പ്യൻ അന്തോണി ഇതിലൊക്കെ അതിനുശേഷം അതിന് മുമ്പാണ് ഒളിമ്പ്യനിലാണ് അരുൺ വരണം തോന്നുന്നു. ഒളിമ്പ്യൻ ഇതിൻ്റെ നായകനായിട്ടൊക്കെ അഭിനയിക്കുന്നതാണ്. മഞ്ജിമ അന്ന് ഇവരുടെ വളരെ ചെറിയ കുട്ടിയാണ് മഞ്ജിമ. ബാലതാരമായിട്ടൊക്കെ കുറേ സിനിമയുടെ സമയത്ത് അഭിനയിച്ചിട്ടുള്ളതാണ്. പിന്നീട് നമുക്കറിയാം വടക്കൻ സൈഫിലൂടെ വന്നു. അപ്പോൾ കുഞ്ചാക്കോ ബോബൻ്റെ ഒരു ഫാൻസ് ആൻഡ് ഫാമിലി മീറ്റ് ഒരിക്കലും ഒരു ഓൺലൈൻ മീഡിയ നടത്തിയിരുന്നപ്പോൾ അതിൽ അരുണൊക്കെ വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അരുണൊക്കെ അത് പറയുകയും ചെയ്തിരുന്നു, അന്ന് കുഞ്ചാക്കോനെ എടുത്ത് നടന്നിരുന്ന കുട്ടികളാണ്, അവരൊക്കെ ഇന്ന് വലുതായി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ പ്രിയം എന്നും ആ പ്രിയത്തിലെ സീനുകളൊക്കെ ഇന്നും നമ്മൾ യൂട്യൂബിലൊക്കെ ഒരുപാട് കാണുകയും എന്നും മലയാളികൾ ഓർക്കുന്ന ഒരു സിനിമ തന്നെയാണ്. അപ്പോൾ പ്രിയത്തിനെ കുറിച്ച് പറയുമ്പോൾ പറയേണ്ട ഒരു ഹിന്ദി സിനിമയുണ്ട്, ഹം ഹെയ്ൻ രഹി പ്യാർ കെ എന്ന് പറയുന്ന ഒരു സിനിമയാണ്. ഇത് 93 ഇറങ്ങിയ സിനിമയാണ്. ആമിർ ഖാനും അതുപോലെ തന്നെ ജൂഹി ചവളയൊക്കെയാണ് ഇതിലെ പ്രധാന കഥാപാത്രം ചെയ്തിട്ടുള്ളത്. നമ്മുടെ മഹേഷ് ഭട്ടിൻ്റെ ഒരു സിനിമയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേയും റോബിൻ ഭട്ടും ആമിർ ഖാനും കൂടിയാണ് ഈ സ്ക്രീൻ പ്ലേ ചെയ്തത്. ഈ ഒരു സിനിമയുടെ ഇതിന്ന് ഇൻസ്പയർ ചെയ്തിട്ടാണ് പ്രിയം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിട്ടുള്ളത്. ഈ സിനിമയും ശരിക്ക് 58 ഇറങ്ങിയ ഹൗസ് ബോട്ട് എന്ന് പറയുന്ന ഒരു ഹോളിവുഡ് മൂവി, ആ ഒരു ഹോളിവുഡ് മൂവിയുടെ ഒരു ഇൻസ്പയർ ചെയ്തിട്ട് അതിൻ്റെ ഒരു റീമേക്ക് പോലെ, ഒഫീഷ്യൽ റീമേക്ക് ആണോ എന്നറിയില്ല, ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ ഇതിന് പ്രിയത്തെക്കുറിച്ച് മുമ്പും ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് സ്റ്റഡി നടത്തിയപ്പോൾ മനസ്സിലായത് ഇതിൻ്റെ ഒരു ബേസിക് ഒരു കഥ ഇതേപോലെ തന്നെ എന്താ പറയുക അനാഥ മീൻസ് ചേച്ചിയുടെ മക്കൾ ഒരു 3 കുട്ടികൾ അവരെ വളർത്തുന്ന അമ്മാവിൻ്റെ ഒരു ക്യാരക്ടറായിട്ട് അങ്ങനെ ഒരു ഫാമിലി ഒരു
മൂവി തന്നെയായിരുന്നു ഇത്. അപ്പോൾ അതിൻ്റെ ഇൻസ്പയർ ചെയ്തിട്ടാണ് പ്രിയോ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒഫീഷ്യൽ റീമേക്ക് ആണോ എന്നുള്ളത് ഞാൻ ഒരു സിനിമ ടൈറ്റിലൊക്കെ എടുത്ത് നോക്കണം. എനിക്ക് തോന്നുന്നില്ല ഒഫീഷ്യലാണ്. അവരതിൻ്റെ ഒരു ബേസിക് ഒരു പ്ലോട്ട് ഈ പറഞ്ഞ ഇംഗ്ലീഷ് സിനിമയും കൂടിയാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് പ്ലോട്ട് എടുത്തിട്ടായിരിക്കും ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അവർ ഒറ്റ സിനിമകൾ കൊണ്ട് പ്രേക്ഷകർ എന്നും ഓർക്കുക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്നതാണ്. ഒരുപാട് സിനിമകളുണ്ടാകും. നമ്മൾ പഴയ കുറേ 80s സിനിമ എടുത്താൽ ഒരു സിനിമയിൽ മാത്രം അഭിനയിച്ചിട്ടുള്ള പല ആളുകളുണ്ട്. പക്ഷേ ആ ഒരു സിനിമയിലെ പാട്ടുകൾ കൊണ്ടാവാം, അല്ലെങ്കിൽ അതിലെ പല സീനുകൾ കൊണ്ടായിരിക്കാം പിന്നീട് ഇപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് വന്ന ശേഷം റിപ്പീറ്റായിട്ട് ആളുകൾ കാണുന്നത് കൊണ്ട് അവരെയൊക്കെ എപ്പോഴും ഓർക്കാറുണ്ട്. അതിൽ ഈ നായിക പ്രിയത്തിലെ നായിക ദീപ അവർ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. ഇവർ ഒരിക്കൽ ബോംബെയിൽ വെച്ചിട്ട് ഒരു ലിഫ്റ്റിൽ വെച്ചിട്ട് ഇവർ ഒരു ഹോട്ടലിലെ ലിഫ്റ്റിൽ വെച്ചിട്ട് ഇവർ അജു വർഗീസിനെ കണ്ടു. അപ്പോൾ അജു വർഗീസിനെ ഇവർ മുമ്പ് എപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ മെസ്സേജ് അയക്കുകയോ സംസാരിക്കുകയോ, പക്ഷേ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ അജു ഇവരെ കണ്ടപ്പോൾ തന്നെ ഓടി വന്ന് സംസാരിച്ചു. എന്നിട്ട് അജു വന്ന് ഈ പറഞ്ഞ പോലെ സ്കൂളിലൊക്കെ പഠിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അജു ഇവരുടെ ഭയങ്കര ഫാനായിരുന്നു പ്രിയം സിനിമയുടെയും. അപ്പോൾ ഇവർ പറഞ്ഞു ഞാനും അജുവിൻ്റെ ഭയങ്കര ഫാനാണ്. അപ്പോൾ അങ്ങനെ ഒരു 2 ജനറേഷൻ്റെ ഒരു കണ്ടുമുട്ടലാണെന്നൊക്കെ പറഞ്ഞ് ഇവരന്ന് അജുവിനായിട്ടുള്ള ഫോട്ടോ ഒക്കെ അവർ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ എന്തായാലും പ്രിയം എന്ന് പറഞ്ഞൊരു സിനിമ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവണം. അപ്പോൾ അന്ന് നിങ്ങൾ തിയേറ്ററിൽ പോയിട്ടാണ് അന്ന് നിങ്ങൾ കണ്ടിട്ടുള്ളതെങ്കിൽ നിങ്ങൾ അന്നത്തെ ആ ഒരു മെമ്മറീസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ ആമിർ ഖാൻ്റെ ഹിന്ദി സിനിമ അതും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഇത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ ഓൾമോസ്റ്റ് സിമിലർ ആണോ അതോ എന്തൊക്കെ ഡിഫറൻസസ് ആണ് ഇതിലെ ഒരു സ്ക്രീൻ പേയിൽ ഉള്ളത് എന്നുള്ളത് കൂടിയും നിങ്ങൾ ഒന്ന് നമുക്ക് കമൻറ്റ് ചെയ്യാം.